ചോദിച്ചപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്, നന്ദ ഇതുപോലെ ഏതോ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഓർക്കസ്ട്ര ആ ഫ്ലോറിനകത്താണ്, നന്ദയും ദിശയും കൂടിയാണെന്ന് തോന്നുന്നു. ഫ്ലോറിനകത്ത് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ബംഗ്ര പോലത്തെ സാധനങ്ങൾ, ഡോല് പോലത്തെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കണം, ആരോമല വായിക്കണം. അപ്പൊ അത് വായിക്കണ സമയത്ത് എന്തോ ഒരു ഡിലേ വരുന്നുണ്ട്. ആ ഡിലേ ഇവൾക്ക് ഒരു ഇന്നിയർ വെച്ചിട്ടേ പാടുന്നുള്ളൂ. പലരും ഒരു ഇന്നിയർ വെച്ചേ പാടാറുള്ളൂ. ആ ഒരു ഡിലേ പ്രശ്നം കാരണം ഇവള് ഒരു ഇന്നിയർ അഴിച്ചിട്ടിട്ട് പാടുമ്പോ പ്രശ്നം വരുന്നുണ്ട്, പാടാൻ ടൈമിംഗ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മള് 2 ഇന്നിയറും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് വോക്കൽ ബാലൻസ് ചെയ്യാനും പറ്റുന്നില്ല. അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ബാലൻസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ അവള് അത് കുഴപ്പമില്ല, അത് ഡയറക്ടർ സാറിനോട് പറഞ്ഞു, ഗർവ സാറിനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം, പ്രശ്നമില്ല. അത് കാരണം അവൾക്ക് ടൈമിംഗ് കിട്ടുന്നില്ല, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കോറസ് പാടാനായിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ടിരിക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ താളെങ്ങനെ മറിഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു, നീ എന്ത് തേങ്ങി പറയണേ, അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ഒന്നുകിൽ 2 ഇത് വെച്ചിട്ട് പാടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നീ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക. സമയമില്ല എന്നുള്ള കേസ് കൊണ്ട് അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു, സമയമില്ല, പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ള കേസ് കൊണ്ട് ഒരിക്കലും ഇത് കോംപ്രമൈസ് ചെയ്യരുത്. കാരണം നീ എന്ത് പാടിയാലും അതേ അവിടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് കോംപ്രമൈസ് ചെയ്തിട്ട് മാർക്കിനെ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഞാനത് മൈക്ക് കൂടെ വിളിച്ച് പറഞ്ഞു, എല്ലാരും കേൾക്കുകയും ചെയ്തു.